അന്ത്യനിമിഷത്തിൽ ഒലി വാറ്റ്കിൻസിന്റെ കാലിൽ തെളിഞ്ഞ അപ്രതീക്ഷിത ഗോൾ ഇംഗ്ലണ്ടിന് ഫൈനലിലേക്ക് വഴി തുറന്നു. തുല്യശക്തികളുടെ സെമി പോരിൽ കൂടുതൽ ധൈര്യം കാണിച്ച ടീമിനൊപ്പമായിരുന്നു ജയം. അടിമുടി മാറി ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ അതിശയിപ്പിച്ചു. കളി നിയന്ത്രിക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കാനും മുന്നിലായിരുന്നു യുവതാരങ്ങൾ മിന്നിയ ഇംഗ്ലീഷ് സംഘം. പ്രതിഭാസമ്പത്ത് ഭാരമായിരുന്ന ടീം കൃത്യസമയത്ത് ഉണർന്നു. കളിയിലെ കണക്കിലും ടീം വർക്കിലും അവർ എതിരാളിയെ പിന്നിലാക്കി. ജൂഡ് ബെല്ലിംഗ്ഹാമും സാക്കയും ഒരിക്കൽ കൂടി പ്രതിഭയോട് നീതി കാണിച്ചു. ഡെക്ലാൻ റൈസ് എന്നത്തെയും പോലെ കഠിനാധ്വാനം ചെയ്തു. ഫോർഡനും പകരക്കാരൻ കോൾ പാൽമറും ചുമതലകൾ ഭംഗിയാക്കി. അമിത ജാഗ്രത ഡച്ചുകാരെ അലസരാക്കി. മൂർച്ചയുള്ള ആക്രമണം അറിയുന്ന റൊണാൾഡോ കുമാന്റെ ശിഷ്യർക്ക് സ്വന്തം കഴിവിലെ വിശ്വാസക്കുറവാണ് തിരിച്ചടിയായത്. സാവി സിമോൺസിന്റെ 8-ാം മിനിറ്റിലെ എണ്ണം പറഞ്ഞ ഗോൾ ഏത് ടീമും കൊതിക്കുന്ന തുടക്കമായിരുന്നു. ആ ഗോളിന്റെ ആവേശത്താൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ ഓറഞ്ച് പടയ്ക്കായില്ല. ഇംഗ്ലണ്ടിന് കളിക്കാൻ അവർ ആവശ്യത്തിലധികം ഇടം നൽകി. കഴിഞ്ഞ കളികളിലെല്ലാം കഴിവ് തെളിയിച്ച ഗാക്പോ മങ്ങിയതും മെംഫിസ് ഡീപ്പെ പരിക്കേറ്റ് കളം വിട്ടതും പരിഹാരമില്ലാത്ത പോരായ്മകളായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.